രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 10 ദിവസത്തിനിടെ മൂന്നാമത്തെ വർധനവ്. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവിന്റെ പേര് പറഞ്ഞ് എണ്ണക്കമ്പനികൾ സാധാരണക്കാരന്റെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പേരിൽ രാജ്യത്ത് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ ഉപദേശിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി 5 രാജ്യങ്ങൾ സന്ദർശിക്കാൻ തിരിച്ചു എന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നുമുണ്ട്. ഈ സാഹചര്യമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. തുടരുന്ന ഇന്ധന വിധിക്കുരുക്ക്. പുതുക്കിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ പെട്രോളിന് 97 രൂപ 77 പൈസയും ഡീസലിന് 99 രൂപ 67 പൈസയുമാണ്. തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 110 രൂപ 76 പൈസ, ഡീസലിന് 99 രൂപ 35 പൈസ. മെയ് 15-ാം തീയതിയായിരുന്നു ആദ്യ വർധനവ്. അന്ന് 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും കൂട്ടിയത്. പിന്നാലെ മെയ് 19-ന് രണ്ടാമതും വില കൂട്ടി. 90 പൈസ വീതമായിരുന്നു അന്നത്തെ വില വർധനവ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ കുത്തനെയുള്ള വർധനവുമാണ് വീണ്ടും ഇന്ധനവില കൂടാൻ പ്രധാന കാരണം. എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്തുന്നതിനായി അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തിന്റെ ഭാരം ഘട്ടം ഘട്ടമായി ജനങ്ങളിലേക്ക് കൈമാറുന്നതിന്റെ ഭാഗമായാണ് എണ്ണവില വർദ്ധിപ്പിച്ചത് എന്ന വിലയിരുത്തലുമുണ്ട്. സമുദ്ര വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധവും നിയന്ത്രണങ്ങളും തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ സീസണൽ കാർഷിക വിളവെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമായതോടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. റഷ്യൻ എണ്ണയ്ക്കെതിരെയുള്ള താൽക്കാലിക ഉപരോധ ഇളവുകൾ നീട്ടേണ്ടതില്ല എന്ന US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനവും എണ്ണ വില വർധനവിന് പ്രേരകമായി. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ വിതരണ പ്രതിസന്ധിയും വിലക്കയറ്റവും താൽക്കാലികമായി നിയന്ത്രിക്കുന്നതിനാണ് ട്രംപ് ഭരണകൂടം 1 മാസത്തേക്കുള്ള അടിയന്തര ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇളവ് നിലവിലുണ്ടായിരുന്ന കാലത്ത് ഇന്ത്യ പ്രതിദിനം 2.3 ദശലക്ഷം ബാരൽ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങിയതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇളവ് അവസാനിച്ചതോടെ രാജ്യങ്ങൾ ഇനി പകരം ഇന്ധന സ്രോതസ്സുകൾ തേടേണ്ട സാഹചര്യമുണ്ടാകും. അമേരിക്കയുടെ പുതിയ കർശന നിലപാടിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണ വിതരണം വീണ്ടും കുറയാനും ഇന്ധനവില വീണ്ടും ഉയരാനുമുള്ള സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. UAEയുടെ 30 ദശലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റിസർവിന്റെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശന വേളയിൽ ഒപ്പിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി 30 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ UAE കൈമാറും. വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും ഒഡീഷയിലെ ചാന്ദ്ഗോൾ എന്ന ഇടത്തെ നിർദ്ദിഷ്ട റിസർവ് പ്രോജക്ടിന്റെ ഭാഗമായാകും ഇത് സൂക്ഷിക്കാൻ ധാരണയായിട്ടുള്ളത്. ക്രൂഡ് റിസർവ് ഭീമമായ തോതിൽ ഉയരുന്നത് ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കുന്ന ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കുക. LPG സപ്ലൈ സംബന്ധിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിലേർപ്പെട്ടിട്ടുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കെന്ന സൂചനകൾ ശക്തമാക്കി ആഗോള വിപണിയിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വൻ തകർച്ചയിലാണ്. രൂപയുടെ മൂല്യം കഴിഞ്ഞ ദിവസം 96.56 എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. നിലവിൽ അല്പം ഭേദപ്പെട്ട് 95.70 എന്ന നിരക്കിലാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി മുതൽ രൂപയുടെ മൂല്യത്തിൽ ഇതുവരെ 6% ഇടിവുണ്ടായി. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ വിള്ളലുകൾ രൂപപ്പെടുന്നു എന്ന ആശങ്കയെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണ് വിപണിയിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഏറ്റവും വലിയ ഇടിവിലേക്ക് പതിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഏപ്രിൽ മാസത്തെ സാമ്പത്തിക കണക്ക് പുറത്തു വന്നപ്പോൾ UK ഇന്ത്യയെ മറികടന്ന് വീണ്ടും ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി. ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം രൂപയുടെ മൂല്യത്തിന്റെ ഇടിവാണ്. ഹോർമൂസ് പ്രതിസന്ധിയോടെ ക്രൂഡ് ഓയിലിനും പ്രകൃതിവാതകത്തിനും വൻതോതിൽ ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആഗോള ആഘാതങ്ങൾ നേരിടാൻ കഴിയാത്ത വിധം അതീവ ദുർബലമാണെന്ന യാഥാർത്ഥ്യം വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയോടുള്ള ആഗോള വിശ്വാസത്തിന്റെ ഇടിവാണ്. വിദേശ നിക്ഷേപം പിന്മാറുകയും രൂപ തുടർച്ചയായി ദുർബലമാവുകയും ചെയ്യുന്നത് സാമ്പത്തിക ഘടനയിലെ ദൗർബല്യങ്ങളെയാണ് തുറന്നുകാട്ടുന്നത്. വളർച്ചയ്ക്കും വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി ചെലവുകൾക്കും ആവശ്യമായ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല.
പശ്ചിമേഷ്യയിൽ നിന്നും ഇന്ത്യ വൻതോതിൽ ഊർജ്ജം ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാവുകയാണ്. നയപരമായ അനിശ്ചിതത്വം, തൊഴിലില്ലായ്മ, ആഭ്യന്തര ആവശ്യകതയിലെ കുറവ്, വിദേശ നിക്ഷേപത്തിലെ ഇടിവ് ഇവയൊക്കെ ചേർന്ന് സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി സ്വന്തം വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കി ചെലവ് ചുരുക്കൽ നാടകം കളിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കാൻ SPGക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. എന്നാൽ ജനങ്ങളോട് വിദേശയാത്ര ഒഴിവാക്കാൻ ഉപദേശിച്ചതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി 5 രാജ്യങ്ങൾ സന്ദർശിക്കാൻ തിരിച്ചത് വിമർശനങ്ങൾക്കിടയാക്കി. UAEയുമായി ഉണ്ടാക്കിയ നിർണായകമായ കരാർ ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം ഈ വിമർശനത്തെ പ്രതിരോധിക്കുന്നത്. അടുപ്പിച്ചുള്ള ഇന്ധന വില വർധനവിനെ തുടർന്ന് ഗതാഗത ചെലവ് കൂടുമെന്നതിനാൽ വൈകാതെ നിത്യോപയോഗ വസ്തുക്കളുടെ വിലയെ ഇത് ബാധിച്ചു തുടങ്ങും. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ ഇവയുടെ ഒക്കെയും വില ഇനിയും വർദ്ധിച്ചേക്കും. കൂടാതെ കെട്ടിട നിർമ്മാണ വസ്തുക്കൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളുടെയും വില കൂടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ വിലക്കയറ്റം രാജ്യത്തെ പൊതുവിലുള്ള പണപ്പെരുപ്പം കുതിച്ചുയരാൻ കാരണമാകും. ഈ അവസ്ഥ നിയന്ത്രിക്കാൻ പലിശ നിരക്ക് ഉയർത്താനും വിപണിയിലെ പണലഭ്യത കുറയ്ക്കാനും റിസർവ് ബാങ്ക് നിർബന്ധിതമാകും. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാകും ഉണ്ടാക്കുക. രാജ്യം നേരിടുന്ന പ്രതിസന്ധി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് നേരെയുള്ള ഒരു നിർണായക മുന്നറിയിപ്പാണ്. ഈ പ്രതിസന്ധി പെട്ടെന്നുണ്ടായതല്ല. എണ്ണ ഇറക്കുമതിയിലെയും സ്വർണ്ണ ഉപഭോഗത്തിലെയും അതിരൂക്ഷ ആശ്രിതത്വം, രൂപയുടെ ദൗർബല്യം, ആഭ്യന്തര ഉൽപാദന മേഖലയിലെ പരിമിത വളർച്ച, നഗര ഗതാഗത ഊർജ സംവിധാനങ്ങളിലെ അസന്തുലിതാവസ്ഥ ഇവയെല്ലാം വർഷങ്ങളായി മുന്നറിയിപ്പുകൾ നൽകിയിരുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ദീർഘകാല സാമ്പത്തിക പദ്ധതികൾക്ക് പകരം സർക്കാർ കൂടുതലായും ശ്രദ്ധ കൊടുത്തത് പ്രതിച്ഛായ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പ് കേന്ദ്രീകൃത തീരുമാനങ്ങളിലുമായിരുന്നു. അതിനാൽ കേവലം ഓട്ടയടക്കൽ നടപടികൾ കൊണ്ട് തൃപ്തിപ്പെട്ടതിന്റെ ആത്യന്തികമായ ദുരന്തമാണ് ജനം അഭിമുഖീകരിക്കുന്നത്. ദീർഘകാല വ്യവസായ നയം, തൊഴിലവസര സൃഷ്ടി, നവീന ഊർജ്ജ നിക്ഷേപം, സാമ്പത്തിക അസമത്വം കുറയ്ക്കുന്ന വളർച്ചാ മാതൃക തുടങ്ങിയവ കൊണ്ടാണ് ഈ പ്രതിസന്ധിയെ മറികടക്കേണ്ടത്. അതിനുള്ള നടപടികളാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.